നമസ്കാരം. ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് നിറങ്കൈതക്കോട്ട. പറയാനേറെയുണ്ട്, എങ്കിലും വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകാതെ ചുരുങ്ങിയ സമയം മാത്രം എടുത്തുകൊണ്ട് ഒരു ചെറിയ വീഡിയോ. സ്വാഗതം. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പത്തായപ്പുരയും കളമെഴുത്തുപാട്ട് നടക്കുന്ന പാട്ടുപുരയും ചേർന്നുള്ള മന്ദിരമാണ് ഈ കാണുന്നത്. പരപ്പനാട് രാജാവിൻ്റെ ആദ്യകാലത്തെ കൊട്ടാരം നിന്നിരുന്ന സ്ഥലം അതാണ് നിറങ്കൈതക്കോട്ട. രാജാവ് ക്ഷേത്രത്തിനു വേണ്ടി നിർമ്മിച്ച ഈ മന്ദിരത്തിന് ഏകദേശം 300 വർഷത്തിനും 400 വർഷത്തിനിടയ്ക്ക് കാലപ്പഴക്കമുണ്ട്. പഴയ കാലത്തെ വാസ്തുവിദ്യയുടെ മഹിമയുടെ സാക്ഷ്യമാണ് രാജകൊട്ടാരങ്ങളോട് സാദൃശ്യമുള്ള ഈ പത്തായപ്പുര. പത്തായപ്പുരയുടെ പൂമുഖത്തെ മേൽത്തട്ടിൽ ഒരു മഹാത്ഭുതം നമുക്ക് കാണാം. രാമായണത്തിലെ ബാലകാന്ഡം സമ്പൂർണ്ണമായിട്ട് ഇവിടെ കൊത്തിവെച്ചിരിക്കുകയാണ്. ഓരോ രൂപത്തിൻ്റെ മുഖഭാവം പോലും വ്യക്തമാക്കുന്ന രീതിയിലുള്ള അതിസൂക്ഷ്മമായ കൊത്തുപണികളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പാട്ടുപുരയിൽ കളമെഴുത്തുപാട്ട് നടത്തുന്ന രംഗമണ്ഡപത്തിലും അതിമനോഹരമായ ദാരുശില്പങ്ങളും കൊത്തുപണികളും കാണാം. പൂർണ്ണമായും ചെമ്പോല കൊണ്ട് മേഞ്ഞതാണ് ഈ വലിയ മന്ദിരം. ചെമ്പോല മേൽക്കുരയുള്ള ഇത്രയും വലിയ കെട്ടിടം കേരളത്തിൽ തന്നെ അപൂർവം. പരപ്പനാട് രാജ്യത്തിൻ്റെ രക്ഷാപുരുഷനാണ് നിറങ്കൈതക്കോട്ട ശാസ്താവ്. ഇനി അയ്യൻ്റെ സന്നിധിയിലെ വിശേഷപ്പെട്ട കാഴ്ചകൾ കാണാം. മറ്റെവിടെയും കാണാത്ത പ്രത്യേകമായ ഒരു രൂപഘടനയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ശ്രീലകത്ത് വിളയാടുന്നത് സ്വയംഭൂ ചൈതന്യം. വില്ലും ശരവുമേന്തിയ യോദ്ധാവായിട്ടാണ് അയ്യപ്പൻ്റെ ധ്യാന സങ്കല്പം. അയ്യപ്പൻ്റെ ശ്രീലകത്ത് ഉച്ചപൂജ സമയത്ത് ശ്രീരാമസ്വാമിയുടെ സാന്നിധ്യമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ വിശ്വാസത്തെ മുൻനിർത്തി എല്ലാ 30 ശനിയാഴ്ചയും ക്ഷേത്രത്തിൽ കാര്യസാധ്യ പൂജ നടത്തിവരുന്നു. ഒരു വാനര സങ്കേതം എന്ന നിലയിലും നിറങ്കൈതക്കോട്ട പണ്ട് മുതലേ പ്രസിദ്ധമാണ്. ക്ഷേത്രത്തിലെ ഉഷനിവേദ്യം വാനരന്മാർക്കുള്ളതാണ്. ക്ഷേത്രാചാരങ്ങളുമായി കുരങ്ങന്മാർ അത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിയിൽ താഴേക്ക് ഒരു പടിക്കെട്ട് കാണാം. ഒരു ഭൂഗർഭ തുരങ്കം പോലെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ആ പടിക്കെട്ടിലൂടെ ഇറങ്ങുമ്പോൾ ഒരു ചോല ദൃശ്യമാകുന്നു. ശിവന്റെ നെറുകയിൽ നിന്ന് വരുന്ന ഗംഗാതീർത്ഥമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അത്രയും പരിശുദ്ധമായ ഭൂഗർഭ ജലമാണ് ക്ഷേത്രപൂജയ്ക്കായി നിത്യേന ഉപയോഗിക്കുന്നത്. ഈ ചോലയിലേക്ക് ക്ഷേത്ര പൂജാരിമാർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. കുന്നിൻചെരുവിലെ ഒരു ഉയർന്ന പ്രതലത്തിലാണ് അയ്യപ്പ ക്ഷേത്രമുള്ളത്. അവിടെ നിന്ന് പടികൾ കയറുമ്പോൾ വിശ്വരക്ഷകയായ മേക്കോട്ട ഭഗവതിയുടെ സന്നിധാനത്തിലെത്തുന്നു. പരപ്പനാട് രാജാവിൻ്റെ പരദേവതയാണ് മേക്കോട്ട ഭഗവതി. ദാരിക നിഗ്രഹത്തിൻ്റെ രൗദ്രഭാവവുമായി നിൽക്കുന്ന ശക്തി സ്വരൂപിണി എന്ന സങ്കല്പത്തിലാണ് ഭഗവതിയെ ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നത്. എന്നും വൈകിട്ട് സൂര്യാസ്തമയത്തിന് മുമ്പ് ദാരിക നിഗ്രഹത്തെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന ഗുരുതി നടക്കുന്നുണ്ട്. ശത്രുദോഷ നിവാരണത്തിനായുള്ള ഗുരുതി ഇവിടെ പ്രധാന വഴിപാടെന്ന നിലയിൽ നിത്യവും നടത്തിവരുന്നു. മുട്ടറക്കൽ വഴിപാട് നടത്തുന്നതിനായും നിരവധി ഭക്തർ നിത്യവും ഈ ക്ഷേത്രത്തിൽ എത്തുന്നു. അതിസുന്ദരമായ കാഴ്ചകളുടെ ഒരു വ്യൂ പോയിന്റാണ് മേക്കോട്ട ഭഗവതി ക്ഷേത്രം. വള്ളിയാർ അഥവാ കടലുണ്ടിപ്പുഴ മേക്കോട്ട കുന്നിനെ വലം വെച്ച് ഒഴുകുന്നു. മേക്കോട്ട കുന്നിൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ പുഴ കടലിൽ ചെന്ന് അവസാനിക്കുന്ന സുന്ദര ദൃശ്യം കാണാം. 3 ചുറ്റിലും മലനിരകളും കാണാം. നാടിന്റെ കാഴ്ചഗോപുരമായ ഈ കുന്നിൻപുറം ഭക്തരെ മാത്രമല്ല പ്രകൃതി സ്നേഹികളെയും ആകർഷിക്കുന്നു. നിറങ്കൈതക്കോട്ടയിലെ ഉത്സവങ്ങളും ഏറെ പ്രശസ്തമാണ്. അയ്യപ്പ ക്ഷേത്രത്തിൽ മകരസംക്രമത്തിന് ആരംഭിക്കുന്ന 5 ദിവസത്തെ കളമ്പാട്ട് ഉത്സവമാണ് പ്രധാന വിശേഷം. മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിൽ കുംഭമാസത്തിൽ അനുഷ്ഠാന വിധിപ്രകാരം നിശ്ചയിക്കുന്ന ഒരു തീയതിയിൽ താലപ്പൊലി ഉത്സവം നടക്കുന്നു. മലബാറിൽ ഏറ്റവും ജനങ്ങൾ സമ്മേളിക്കുന്ന ഉത്സവങ്ങളിൽ ഒന്നായി മേക്കോട്ട താലപ്പൊലി ഉത്സവം മാറിയിട്ടുണ്ട്. പഴയ പരപ്പനാട് രാജ്യത്തെ 10 ദേശങ്ങളുടെ ധർമ്മദേവതകൾ എന്ന സവിശേഷമായ സ്ഥാനമാണ് നിറങ്കൈതക്കോട്ടയിലയ്യനും മേക്കോട്ട ഭഗവതിക്കുമുള്ളത്. ക്ഷേത്രം നിർമ്മിച്ചു പരിപാലിച്ച പരപ്പനാട് രാജകുടുംബത്തിലെ പ്രധാന ശാഖകൾ മൈസൂർ പടയോട്ട സമയത്ത് തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്തത് കാരണം ക്ഷേത്രഭരണം സാമൂതിരിയുടെ കൈകളിലേക്ക് വന്നു. കോഴിക്കോട് സാമൂതിരി രാജാവ് ട്രസ്റ്റി എന്ന നിലയിലുള്ള ചുമതലകൾ നിർവഹിച്ചു വരുന്നു. മലബാർ ദേവസ്വം ബോർഡ് ഭരണപരമായ മേൽനോട്ടം നടത്തിവരുന്നു. 50ഓളം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന വിശാലമായ ക്ഷേത്ര സമുച്ചയമാണ് നിറങ്കൈതക്കോട്ട. ഇവിടെ വലിയ വികസന സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അത് പൂർത്തീകരിക്കുകയാണെങ്കിൽ കേരളത്തിലെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി നിറങ്കൈതക്കോട്ട മാറുമെന്നതിൽ സംശയമില്ല. ഒരിക്കൽ കൂടി നമസ്കാരം.